ഏറ്റുമാനൂർ മണർകാട് ബൈപ്പാസ് റോഡിൽ വാഹന അപകടങ്ങൾ പെരുകുന്നു. ഡ്രൈവർമാരുടെ അമിത വേഗതയും അശ്രദ്ധയുമാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ബൈപ്പാസ് റോഡിൽ ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയരുകയാണ്. ഏറ്റുമാനൂർ നഗരത്തിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഏറ്റുമാനൂർ പട്ടിത്താനം ബൈപ്പാസ് റോഡിലും അപകടങ്ങൾ നിത്യസംഭവമാണ്. ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട്. കണ്ടൻചിറയിൽ നിയന്ത്രണം വിട്ട ബൊലേറോ ജീപ്പ് പിക്കപ്പ് വാനിൽ തട്ടി യുവാവ് മരിച്ചിരുന്നു. ബൈപ്പാസിൽ തവളക്കുഴി മുതൽ പാറകണ്ടം വരെയുള്ള ഭാഗത്ത് വാഹനങ്ങളുടെ അമിത വേഗത അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഈ ഭാഗത്ത് മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും പരിശോധനകൾ നടക്കുന്നുണ്ടെങ്കിലും പരിശോധന ഇല്ലാത്ത സമയങ്ങളിൽ വാഹനങ്ങൾ അമിത വേഗത്തിലാണ് ഇതുവഴി കടന്നു പോകുന്നത്. തവളക്കുഴിക്കും വടക്കേ നടയ്ക്കുമിടയിൽ നിയന്ത്രണം വിട്ട കാർ നിർത്തിയിട്ടിരുന്ന കാറിന്റെ പിന്നിലിടിച്ച് തലകുത്തനെ മറിഞ്ഞ് അപകടം സംഭവിച്ചിരുന്നു. ഇതിന് തൊട്ടുമുമ്പ് ബൈക്ക് യാത്രികനെ അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ച് തെറിപ്പിച്ച് യാത്രക്കാരന് പരിക്ക് പറ്റിയിരുന്നു. കഴിഞ്ഞ ദിവസം കണ്ടെയ്നർ ലോറിയുടെ പുറകുവശത്ത് ചരക്ക് ലോറി ഇടിച്ച് അപകടമുണ്ടായി. ഇടിച്ച വാഹനം മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഇവിടെ നിന്നും മാറ്റിയത്. ഇങ്ങനെ ഒട്ടനവധി അപകടങ്ങളാണ് ഏറ്റുമാനൂർ ബൈപ്പാസ് റോഡിൽ കാണുന്നത്. വാഹനങ്ങൾ അമിത വേഗതയിൽ സഞ്ചരിക്കുന്ന ഭാഗത്ത് ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയരുകയാണ്. ക്യാമറ സ്ഥാപിച്ചാൽ ഒരു പരിധിവരെ വാഹനങ്ങളുടെ അമിത വേഗത കുറയ്ക്കാനാകുമെന്നും ബൈപ്പാസ് റോഡിൽ മാലിന്യം തള്ളുന്നത് നിയന്ത്രിക്കാൻ കഴിയുമെന്നും പൊതുപ്രവർത്തകനായ വിഷ്ണു ചെമ്മണ്ടവള്ളി പറഞ്ഞു. പട്ടിത്താനം മണർകാട് ബൈപ്പാസ് റോഡാണ്. ഇവിടെ അനവധി അപകടങ്ങളാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്പലത്തിൻ്റെ കിഴക്കര ഭാഗത്ത് ഇതുപോലെ തന്നെ ബൈക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെയാണെങ്കിൽ ഒരു കണ്ടെയ്നർ ലോറിയുടെ പിന്നിൽ ഒരു ലോറി ഇടിച്ച് അപകടമുണ്ടായി. അത് രാവിലെ ഏകദേശം ഒരു 10 മണിക്ക് 9 മണിക്ക് ഇടയ്ക്ക് സംഭവിച്ചതാണ്. അത് വൈകുന്നേരം 6 മണി കഴിഞ്ഞിട്ടും അത് അവിടെ നീക്കം ചെയ്തില്ല. കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത് അവിടെ ആ ലോറിക്ക് എന്തോ കംപ്ലൈൻറ്റ് വർദ്ധിക്കുന്നുണ്ട്, അവിടെ മാറ്റാൻ പറ്റത്തില്ല, വണ്ടി മാറ്റാൻ പറ്റത്തില്ലെന്ന് പറയും. പക്ഷേ വേറെ വണ്ടി വന്ന് നീക്കം ചെയ്ത് 6 മണിക്ക് ശേഷമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ റോഡ് നടുക്ക് കിടക്കാൻ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകും. അധികൃതരെ നമ്മൾ അറിയിച്ചു, പോലീസിന് നമ്മൾ അറിയിക്കുകയൊക്കെ ചെയ്തു. അതോടൊപ്പം തന്നെ ഈ വാഹനങ്ങൾ ഇവിടുന്ന് റൗണ്ടാന ജംഗ്ഷനിൽ നിന്ന് നമ്മൾക്ക് എറണാകുളം മൂവാറ്റുപുഴ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളാണ് കൂടുതലും വരുന്നത്. അവർ നേരെ ബൈപ്പാസ് ആയതുകൊണ്ട് സ്പീഡ് കൂട്ടി അവർ പോകും. അപ്പോൾ നമുക്ക് ഈ ഒന്നെങ്കിൽ തവളക്കുഴി ജംഗ്ഷൻ്റെ ഇപ്പുറയോ അല്ലെങ്കിൽ തവളക്കുഴി ജംഗ്ഷൻ്റെ അപ്പുറത്തോട്ട് മാറി നമുക്ക് സ്പീഡ് ക്യാമറ, പോലീസിൻ്റെ ഒരു ക്യാമറ വെക്കുകയാണെങ്കിൽ, സ്ഥിരമായിട്ട് ക്യാമറ വെക്കുകയാണെങ്കിൽ 2 കാര്യങ്ങളുള്ളൂ. ഒന്ന്, വണ്ടിയുടെ വേഗത ഇത് കണ്ടിട്ട് ആൾക്കാരെ കുറച്ച് മനസ്സിലാക്കി അവർ വേഗത കുറച്ച് പോകും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രാത്രി കാലങ്ങളിൽ ഈ മാലിന്യങ്ങൾ തള്ളുന്ന ആൾക്കാരുണ്ട്. ആ മാലിന്യങ്ങൾ തള്ളുന്ന ആൾക്കാരെ നിയന്ത്രിക്കാൻ പറ്റും ഈ ക്യാമറകളുണ്ടെങ്കിൽ. എത്രയും പെട്ടെന്ന് പോലീസിനത് സഹായകരമായി പിടിക്കാൻ വേണ്ടിയിട്ട്. i4u ന്യൂസ്, ഏറ്റുമാനൂർ.